ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞാൻ ഇന്ന് ഈവനിങ് ഒന്ന് ഡ്രൈവിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു ഏരിയയിലെത്തി. അപ്പോൾ നല്ല രസമുള്ള ഏരിയയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ പോകുന്ന ഒരു വഴിയുടെ ഒരു ഫീൽ കിട്ടി. ഞാനിത് കാണിച്ചു തരാം നമ്മൾ പോകുന്ന വഴി. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ കുറച്ച് അപ്ഡേറ്റ്സ്, ന്യൂസിലാൻഡിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തായാലും നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വീഡിയോസാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. പക്ഷേ നമുക്കൊരു കണക്ഷൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരുപാട് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വേ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരു ഈവനിങ് ടൈമാണ് ഇപ്പോൾ. ഏകദേശം ഒരു ഇവിടെ ശരിക്കും പറഞ്ഞാൽ 8 മണി ആവാറായി. 8 o'clock ആണെങ്കിലും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഏരിയ കാണാനൊക്കെ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഭംഗി നോക്കിയത്, നല്ല അടിപൊളി റോഡ്. എനിക്കൊരു പെട്ടെന്നൊരു ഫീൽ കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ കിട്ടിയത്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ വഴിയൊക്കെ നല്ല രസമാണ്. നമ്മുടെ റോഡ്, ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡാണ്. അവിടെ ടേണിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞു കണ്ടാ 35 കിലോമീറ്റർ സ്പീഡിലാണ് ടേണിങ് ഇതൊക്കെ പോകാവുന്നത്. കറക്റ്റായിട്ട് സിഗ്നലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടും കറക്റ്റായിരിക്കണം ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ. ഇവിടെ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാതിരി ഒന്നും ബഹളി പിടിക്കില്ല. പെട്ടെന്ന് നമ്മളൊക്കെ ചാടി പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വേറെ റോഡിലേക്ക് കിടന്നപ്പോൾ നല്ല സുഖമുള്ള റോഡാട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് ഇത്. അത് എവിടെയൊക്കെ വീടുകളുണ്ട്. അടിപൊളി അല്ലേ. ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ ഇല്ല കേട്ടോ, കുറവാണ്. ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ ഉള്ളിലേക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഇവിടെ ഒന്നും ഇല്ല. കണ്ടോ, ഇവിടെ ഒരു വണ്ടി കയറ്റിയിട്ടാണ്. കണ്ടോ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററിലോട്ടത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ കടലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പസഫിക് ഓഷ്യനാണ് ഇതിൻ്റെ സൈഡിൽ. ഈ ഏരിയയുടെ കുറച്ചും കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓഷ്യൻ, അതിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ വെയിലിന് തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുത്തി കൊള്ളണവരെ, നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കണവരെയല്ല. എന്താണെന്നറിയില്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ വെഹിക്കിളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ചില സമയത്ത്. അതെന്താണെന്ന് അറിയില്ല, ഭയങ്കര എഫക്റ്റാണ്. ഇവിടെ UV റേസ് ഇത്തിരി കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും തന്നെ സൺഗ്ലാസ് യൂസ് ചെയ്താണ് ഡ്രൈവ് ചെയ്യണം ഇവിടെ.